ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഓടിക്കുകയാണ്. അത് ഇതുണ്ടോ, ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ കണ്ടോ, ലോറി കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെയാണ് വണ്ടി ഒതുക്കിയിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കിയത്. ഇത് നോക്കി, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ധാബ ഉണ്ടാവും. ധാബയുടെ അടുത്ത് അവിടെയാണെങ്കിൽ ലോറിക്കാരൊക്കെ വണ്ടി ഒതുക്കുന്നത്. അപ്പോൾ ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും, മനസ്സിലായി? ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അഷ്യൂർ ചെയ്യാം. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത്. ബിക്കോസ് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്ക ധാബയിലും, അതായത് ഇവർ കഴിക്കുന്ന ധാബയിൽ നിന്നാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് എടുത്തിരുന്നത് വെച്ചാൽ. അപ്പോൾ എല്ലായിടത്തും തന്നെ നല്ല ഫുഡായിരിക്കും. ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല, 1, 2 അല്ലെങ്കിൽ 2, 3 ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നിങ്ങളിത് കണ്ടല്ലോ, ഇത് കണ്ടതുപോലെ തന്നെ ഈ ഒരു കടയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ അർജുൻ്റെ ലോറിയും നിർത്താറുള്ളത്. അർജുൻ്റെ ലോറി മാത്രമല്ല, ആ ഭാഗത്തൂടെ പോകുന്ന പലവരും വിശ്രമിക്കാൻ വേണ്ടി ആ ഭാഗത്താണ് ലോറി എല്ലാം പാർക്ക് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല ഗുണങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത് തന്നെ ഫുഡുണ്ട്, അതുപോലെ തന്നെ തൊട്ടത് പുഴയുണ്ട്. അവിടെ നിന്ന് കുളിക്കാനും ഇതിനൊക്കെ സൗകര്യമാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഇത് തന്നെ തിരഞ്ഞെടുക്കുന്നത്, ഇങ്ങനെ ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നത്. ഫുഡും കഴിക്കുക, അതുപോലെ കുളിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ വിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയ ആകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം വിശ്രമ ഏരിയ ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട ഇപ്പോൾ ഇല്ല. മണലിടിച്ചിലൊക്കെ അത് ശൂന്യമായി പോയി. അവർ 4 കുടുംബങ്ങളായിരുന്നു, 4 പേര് അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലുള്ളവരാണ് ഇതുപോലൊരു മണ്ണിടിച്ചിലിൽ ഒരു ആൾ പോലും ഇല്ലാതെ ഒന്നടങ്കം മരിച്ചു പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ശൂന്യമാണ്. അപ്പോൾ അവിടെ വരുന്നവരും ഈ മണ്ണിടിച്ചിലിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവർ സാധാരണ വിശ്രമിക്കുന്നത് പോലെ തന്നെ അവരവിടെ വിശ്രമിക്കും. അങ്ങനെ ഒരു ഏരിയയാണ് നമ്മുടെ അർജുനും കണ്ടെത്തിയത്. പക്ഷേ അർജുന് ഇതുപോലെ മണ്ണിടിച്ചിൽ സംഭവിച്ചു. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ലോറി ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അർജുനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അർജുൻ കൊണ്ടുപോയ മരക്കഷ്ണങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് അടുത്തത് എന്നറിയില്ല. അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. അർജുനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 10ാം ദിവസമായിട്ടും ഒരു വിവരവും ഇല്ല. അപ്പോൾ എല്ലാവരും ആ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ടെൻഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരൻ പോയിട്ട് ഇത്രയും നാളായി, ഒരു തുമ്പും കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വേദന, അതുപോലെ തന്നെ ആ കുടുംബക്കാരുടെ വേദനയും ഒന്നും സഹിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. എന്താണെങ്കിലും അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ. ഇനിയിപ്പോൾ അടിയൊഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തെരച്ചിലിനൊക്കെ നിയന്ത്രണമാണ് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് അടുത്തത് എന്നറിയില്ല. ഇപ്പോഴും കുടുംബക്കാരും എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ അർജുൻ്റെ വരവിനായിട്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആശിക്കാം. അതുപോലെ തന്നെ അർജുൻ യാത്രാമധ്യേ അവർ എല്ലാ കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊരു ഇതിൽ കാണാനിടയായി. അപ്പോൾ അതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പൊട്ടും. എന്താണെന്ന് ചോദിച്ചാൽ, അർജുൻ്റെ അവസാന നിമിഷങ്ങളിലെ ഫോട്ടോസുകളാണ്. എന്താ പറയുക, ഇപ്പോഴും ഒരു വിവരം ലഭിക്കാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്.
എന്ത് തന്നെയാണെങ്കിലും അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഇപ്പോഴും ആശിച്ചു പോകുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളായിട്ടും അർജുൻ്റെ ലോറി കണ്ടെത്തി, പക്ഷേ അർജുൻ എന്ന സഹോദരനെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകളും സംഭവങ്ങളൊക്കെ കുറേ വരുന്നുണ്ട്, മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈവിൽ തന്നെ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അർജുൻ മരിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഫേക്ക് കൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. എന്ത് തന്നെ വന്നാലും കുറ്റങ്ങളും അതുപോലെ കുറവുകളും പറയുന്ന കുറേ പേര്. നമ്മളിപ്പോഴും ആഗ്രഹിക്കണം നമ്മുടെ അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിക്കാനാണ് ഇഷ്ടം. അർജുൻ മരിച്ചു എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അർജുൻ തിരിച്ചു വരും, അത് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ലക്ഷ്മൺ ചേട്ടൻ്റെ ആ കടയും ഇതുപോലെ ഒന്നടങ്കം, ഒരു കുടുംബത്തിൽ ഒന്നടങ്കം ഇല്ലാതായി പോയതാണ്. അവരുടെ ആ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നത്. അവിടെ വിശ്രമിക്കാൻ വരുന്നവർക്ക് ഒരു അത്താണിയായിരുന്നു ലക്ഷ്മൺ നായകിൻ്റെ ആ ഒരു ചായക്കട. അവർ കുടുംബമായിട്ട് അവർ അവിടെയാണ് താമസിക്കുന്നത്. ഫുഡെല്ലാം കഴിക്കാൻ കൊടുക്കലും അവിടെ എല്ലാവരും കുടുംബം അടച്ച് അവിടെയാണ് താമസിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അതും ഒരു നൊമ്പരമായി, ആ ഒരു കുടുംബം ഇല്ലാതായി. അർജുൻ്റെ ഈ ഒരു ഇത് വന്നത് കൊണ്ട് മാത്രമാണ് ലക്ഷ്മൺ നായകും ഇതുപോലെ ഒരു മണ്ണിടിച്ചിൽ പോയി എന്ന് ലോകം അറിയുന്നത്. അതിനു മുമ്പ് അറിയുന്നില്ല. പിന്നെ ഏതൊക്കെയോ യൂട്യൂബേഴ്സൊക്കെ എടുത്തതാണ് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വീഡിയോ. അവർ അവിടെ വരുന്നവർക്ക് ഫുഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അവരുടെ ഒരു അത്താണി ആയിരുന്നു ആ ഒരു ഭാഗം. ആരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്കൊരു ജീവിത മാർഗത്തിൻ്റെ ആ ഒരു ഇതായിരുന്നു ലക്ഷ്മൺ നായക്കും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ മണ്ണിടിച്ചിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹം ഒന്നടങ്കം ഇല്ലാതാകുകയാണ് ചെയ്തത്. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു വിധി അർജുന് വരരുതേ എന്നാണ് ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത്. അർജുൻ ജീവനോട് തന്നെ തിരിച്ചു വരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എപ്പോഴും എനിക്ക് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.